ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് അഭയം നൽകിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി. ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമെതിരായ ഭീഷണിയെന്ന് ഐക്യരാഷ്ട്രസഭ. നിലമ്പൂർ ജനവിധി കാത്ത് കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കുട്ടനാട് വെള്ളപ്പൊക്ക ദുരിതത്തിൽ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് നേരിട്ട് സഹായം നൽകിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി. ബഡ്കോട്ട് സ്വദേശിയായ പർവേസ് അഹമ്മദ് ജോത്തർ, പഹൽഗാം ഹിൽപാർക്ക് സ്വദേശിയായ ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെയാണ് പിടികൂടിയതെന്ന് NIA വ്യക്തമാക്കി. ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ പൌരന്മാരാണ് 3 ഭീകരരെന്ന് പിടിയിലായവർ വെളിപ്പെടുത്തിയതായി NIA പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 1117 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. ഇന്നലെ രാത്രി മഷാദിൽ നിന്ന് ന്യൂഡൽഹിയിൽ വന്നിറങ്ങിയ പ്രത്യേക വിമാനത്തിൽ 290 ഇന്ത്യക്കാർ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള യാത്രാസംഘത്തിലെ ഏക മലയാളി വിദ്യാർത്ഥിനി ഫാദില കച്ചക്കാരൻ നാട്ടിലെത്തി. ഇറാനിൽ MBBS വിദ്യാർത്ഥിനിയാണ് മലപ്പുറം മുടിക്കോട് സ്വദേശി ഫാദില. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ആദ്യം പോസ്റ്റലോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണും. വോട്ടെണ്ണൽ പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. സ്ഥലത്ത് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രമായ പെരിയാർ കടുവ സങ്കേതത്തിലെ ആദ്യഘട്ട ഉഭയ ഉരകജീവി സർവേയിൽ ആകെ 149 ഇനങ്ങളെ കണ്ടെത്തി. 67 ഉഭയജീവി ഇനങ്ങളെയും 82 ഉരകജീവി ഇനങ്ങളെയുമാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് സർവേ നടത്തിയത്. വിവിധ ആവാസ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി വനമേഖലയിലെ 21 ഇടങ്ങളിലായിരുന്നു സർവേ. ചൂരലാമ എന്ന കെയിൻ റർട്ടിൽ, കാട്ടാമ എന്ന ട്രാവൻകൂർ ടോർട്ടോയിസ്, ഷോർട്ട് ടൈൽഡ് കുർക്കി എന്ന കുട്ടിവാലൻ ചുരുട്ട എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന 12 ഇനങ്ങളെ സർവേയിൽ കണ്ടെത്തി. ഇതിനു പുറമെ മുൻ സർവേകളിൽ രേഖപ്പെടുത്താത്ത 8 ഇനങ്ങളെ പെരിയാർ കടുവാ സങ്കേതത്തിലെ ഉഭയ ഉരകജീവി പട്ടികയിലേക്ക് അധികമായി ചേർത്തു. ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകെ നടപ്പിലാക്കി വരുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭകളും പദ്ധതിക്ക് ഇന്ന് തുടക്കം. ഏപ്രിൽ 14 മുതൽ ജൂലൈ 5 വരെ 2.5 മാസ കാലയളവിലാണ് ഞാറ്റുവേലകൾ. കാർഷിക വിളകൾ നടുന്നതിനും വിത്ത് പാകുന്നതിനും ഈ കാലയളവ് വളരെ ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു. ഈ സമയത്ത് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാറ്റുവേല ചന്തകൾ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നാളെ ശ്രീ വിശാഖം തിരുനാൾ എൻഡോവ്മെന്റ് പ്രഭാഷണം നടക്കും. ജീനോം വിപ്ലവം, എഡിറ്റ് ചെയ്ത ആദ്യത്തെ നെല്ലിനത്തിലേക്കുള്ള ഇന്ത്യയുടെ പാത എന്ന വിഷയത്തിൽ രാവിലെ പ്രഭാഷണം നടക്കും. കേരളത്തിൽ മരച്ചീനി കൃഷി ജനപ്രിയമാക്കുന്നതിൽ ശ്രീ വിശാഖം തിരുനാൾ വഹിച്ച സുപ്രധാന പങ്ക് എടുത്തു കാണിക്കുന്നതാണ് വർഷം തോറും നടക്കുന്ന പ്രഭാഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ മഴക്കെടുതി രൂക്ഷം. കഴിഞ്ഞ മാസം അവസാനം തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതം ഇപ്പോഴും തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. റോഡുകൾ തോടുപോലെയും. കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടനാട്ടിലെ ട്യൂഷൻ സെന്ററുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. അധ്യാപകരും PTA മുൻകൈയെടുത്താണ് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്ക ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനം പ്രതിഷേധവും തുടങ്ങി. വെളിയനാട് UDFന്റെ നേതൃത്വത്തിൽ വെള്ളം കയറിയ റോഡിൽ ചെറുവള്ളങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.
ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US വിജയകരമായി ആക്രമണം നടത്തിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. അതേസമയം വ്യോമാക്രമണത്തിന് മറുപടിയായി ഇന്ന് പുലർച്ചെ ഇസ്രയേലിന് നേരെ ഇറാൻ 30-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. മധ്യ ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങളെ ആക്രമിച്ച മിസൈൽ ആക്രമണം ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US പ്രസിഡന്റിന്റെ തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചു. തീരുമാനം ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനെതിരായ US ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇതിന് സൈനിക പരിഹാരമില്ലെന്നും മുന്നോട്ടുള്ള ഏകമാർഗം നയതന്ത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആണവോർജ്ജ ഏജൻസി. രാജ്യത്തിന്റെ ആണവ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30-ക്കാണ് മത്സരം. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 റൺസ് എന്ന നിലയിലാണ്. 100 റൺസോടെ ഒല്ലി പോപ്പും റൺസൊന്നും എടുക്കാതെ ഹാരി ബ്രൂക്കും ക്രീസിലുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിന് അവസാനിച്ചിരുന്നു. സംസ്ഥാന ജൂനിയർ പെൺകുട്ടികളുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 1-നാണ് ഫൈനൽ മത്സരം. ലിറ്റിൽ കൈറ്റ്സ് നോഡൽ ഓഫീസർമാർക്കുള്ള കണ്ണൂർ ജില്ലാതല ശില്പശാല പൂർത്തിയായി. ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൈത്താങ്ങായിരിക്കും ഈ വർഷത്തെ മുഖ്യ ആകർഷണം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ 152 യൂണിറ്റുകളിൽ നിന്നുമായി 300 പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ജില്ലാതലത്തിലെയും സംസ്ഥാന തലത്തിലെയും മികച്ച ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തന മാതൃകകൾ, ആശയ പ്രചാരണ രംഗത്ത് സ്കൂൾ വിക്കിയുടെ പ്രസക്തി, വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ സ്ഥാനം തുടങ്ങി വിവിധ അവതരണങ്ങളും ചർച്ചകളും ഉണ്ടായി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾ വഴി ഈ വർഷം മുന്തിയ പരിഗണന നൽകുന്ന ഒരു മേഖല ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൈത്താങ്ങായിരിക്കുമെന്നും ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൈറ്റ് CEO അൻവർ സാദത്ത് പറഞ്ഞു. 2023 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമം ജനറൽ റിപ്പോർട്ടിംഗിൽ നിലീന അത്തോളിക്കാണ് അവാർഡ്. ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ സജീഷ് ശങ്കറും കാർട്ടൂൺ വിഭാഗത്തിൽ KT അബ്ദുൽ അനീസും പുരസ്കാരത്തിന് അർഹരായി. ഈ മാസം 26-ന് വൈകുന്നേരം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കാട്ടുകൊമ്പൻ പടയപ്പ തുടർച്ചയായി മറയൂരിലെ ജനവാസ മേഖലയിലെത്തുന്നത് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഭീഷണിയാകുന്നു. ഇന്ന് രാവിലെ വാഗുവരലക്കം ന്യൂ ഡിവിഷനിലെ ലയങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും പടയപ്പ എത്തി. ലയത്തോട് ചേർന്ന തൊഴുത്തിൽ പശുവിന് തീറ്റയ്ക്കായി വെച്ചിരുന്ന പുല്ലുകൾ പടയപ്പ ഭക്ഷിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നാളെ ഒളിമ്പിക് റൺസ് നടത്തും. മയക്കുമരുന്നിന് പകരം കായികം എന്ന സന്ദേശവുമായി നടത്തുന്ന പരിപാടി രാവിലെ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കും. കാനന്നൂർ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് സൈക്കിൾ റൺ നടന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് വകുപ്പുമായി സഹകരിച്ച് ദ്വീപിലെ കായിക താരങ്ങൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. സായി ആന്ത്രോത്ത് റീജിയണൽ യൂണിറ്റിൽ നടന്ന മാരത്തൺ മത്സരങ്ങൾ IRBN ഇൻസ്പെക്ടർ അൻവർ സാലിഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. 40ഓളം പേർക്ക് പരിക്കേറ്റു. ചെങ്ങന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. ഇന്ന് അന്താരാഷ്ട്ര മഴക്കാട് ദിനം. 2017 റെയിൻ ഫോറസ്റ്റ് പാർട്ണർഷിപ്പാണ് ലോക മഴക്കാടുകളുടെ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കാലാവസ്ഥ, ജൈവവൈവിധ്യം, സംസ്കാരം, ഉപജീവനമാർഗം എന്നിവയ്ക്കായി മഴക്കാടുകളുടെ പ്രാധാന്യം ആഘോഷിക്കുകയും അവയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ബിജിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥ പാഠവും പഠനവും എന്ന വിഷയത്തിലുള്ള ശില്പശാല ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് നടക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് അഭയം നൽകിയ 2 പേരെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി. ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമെതിരായ ഭീഷണിയെന്ന് ഐക്യരാഷ്ട്രസഭ. നിലമ്പൂർ ജനവിധി കാത്ത കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കുട്ടനാട് വെള്ളപ്പൊക്ക ദുരിതത്തിൽ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.